സിബി മലയിൽ എന്ന് പറയുന്ന ഒരു സംവിധായകനെ വിമർശിക്കാൻ, അദ്ദേഹത്തിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിമർശിക്കാൻ മാത്രം ഒന്നും പേളിമാണി ഒന്നുമല്ല. പേളിമാണി തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കാവിയാണ് എന്ന് അവർ എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിരുന്നു. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അവർ കാവിയോ പച്ചയോ മഞ്ഞയോ എന്താന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെട്ടോട്ടെ. അതൊന്നും നമുക്ക് അതിലൊന്നും യാതൊരു അഭിപ്രായവും ഇല്ല. പരാജയപ്പെട്ട ഒരു സംവിധായകന് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞു അവിടെ സമരമല്ല നടക്കുന്നത്, മദ്യപാനവും പിന്നെ അഴിഞ്ഞാട്ടവുമാണ് എന്ന് മറ്റൊരാൾ. ഹായ്, അങ്ങനെ കുട്ടികളുടെ വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ആ സമരം വിജയിച്ചു. നമ്മൾ ഓരോരുത്തരും, അതായത് ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചു ഈ സമരം വിജയിക്കണേ എന്ന്. നമുക്ക് എല്ലാവർക്കും അവിടെ പ്രത്യക്ഷത്തിൽ പോയി അവരോടൊപ്പം ആ സമരത്തിൽ പങ്കുചേരാൻ കഴിയില്ല. എല്ലാവർക്കും അത് സാധിക്കില്ല. ചിലവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അത് പോകാതിരുന്നത് കൊണ്ട് അവർ ആ സമരത്തിനോടൊപ്പമല്ല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെല്ലാം വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു ഈ സമരം വിജയിക്കണം എന്ന്. ഒടുവിലിതാ അത് വിജയിച്ചിരിക്കുന്നു. കാശ്മീരിലെ പ്രശ്നം നമ്മൾ തീർത്തു, പിന്നെയാണോ ഇവിടുത്തെ ഈ ഡൽഹിയിലെ എന്ന് ചോദിച്ച ഒരു പാർട്ടിയിലെ ആളുണ്ട് ഇവിടെ. മറ്റൊരാൾ പറഞ്ഞു അവിടെ സമരമല്ല നടക്കുന്നത്, മദ്യപാനവും പിന്നെ അഴിഞ്ഞാട്ടവുമാണ് എന്ന് മറ്റൊരാൾ. ഇങ്ങനെ ആ സമരത്തെ വളരെ പുച്ഛത്തോടുകൂടി, അതായത് പുതിയ തലമുറയെ അവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെല്ലാവരും ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ മാത്രമാണ്, അവർക്കൊന്നും ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് കരുതിയിരുന്നവർക്ക് നേരെയുള്ള ഏറ്റവും മനോഹരമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ മറുപടിയാണ് ഈ സമര വിജയത്തിൽ കൂടി കുട്ടികൾ നൽകിയത്. ഇതിന്റെ ഇടയിൽ മറ്റൊരു വിഷയം, ഇത്രയും വലിയൊരു വിഷയമല്ല, ചെറിയൊരു വിഷയമാണെങ്കിൽ കൂടി അതുകൂടി ഒന്ന് പറഞ്ഞു പോകാം എന്ന് എനിക്ക് തോന്നി. അതായത് താൻ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടി പേളിമാണി തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കാവിയാണ് എന്ന് അവർ എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിരുന്നു. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അവർ കാവിയോ പച്ചയോ മഞ്ഞയോ എന്താന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെട്ടോട്ടെ. അതൊന്നും നമുക്ക് അതിലൊന്നും യാതൊരു അഭിപ്രായവും ഇല്ല. പക്ഷേ ആ സമരത്തെ വീട്ടിൽ പോകും പിള്ളേരെ എന്ന രീതിയിൽ വളരെ നിസ്സാരവൽക്കരിച്ച് ഒരു വിഷയമിടുമ്പോൾ അതിനെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് പോസ്റ്റ് ഇടുന്ന എല്ലാവരും അങ്ങനെ കരുതി തന്നെയാണ് പോസ്റ്റ് ഇടുന്നത്. അതിന് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പേളിമാണി സിബി മലയിൽ എന്ന സംവിധായകനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മറുപടി ഇട്ടത്. ഒന്നാമത് അഭിപ്രായം പറഞ്ഞത് സിബി മലയിൽ സാറിന്റെ മകനാണ്. അതവർക്ക് മനസ്സിലായില്ല. ഈ മലയിൽ എന്ന് കേട്ടപ്പോൾ അത് സിബി മലയിലായിരിക്കാം എന്ന് വിചാരിക്കുകയും, പരാജയപ്പെട്ട ഒരു സംവിധായകന് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി സിനിമയൊന്നും ചെയ്തിട്ടുള്ള ഒരാളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഒന്നാമത്തെ കാര്യം നമ്മൾ അവരെ പുച്ഛിക്കാൻ. അത് പേളിമാണി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണ്, എനിക്കിഷ്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ സിബി മലയിൽ എന്ന് പറയുന്ന ഒരു സംവിധായകനെ വിമർശിക്കാൻ, അദ്ദേഹത്തിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിമർശിക്കാൻ മാത്രം ഒന്നും പേളിമാണി ഒന്നുമല്ല. പേളി ഒന്നുമല്ല. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ പേളി കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ പേളി ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും
പലരും പല സിനിമ പഠിക്കുന്നവരും പഠന വിഷയമായിട്ട് വരെ എടുക്കുന്നുണ്ട് പല സിനിമകളും. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യാത്ത സിനിമകളെല്ലാം കണ്ടിട്ടുമുണ്ട്. ആ നിലയ്ക്ക് സതയം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? അത് കണ്ടവരാരും സിബി മലയിൽ സാറിനെ പുച്ഛിക്കില്ല. അതാരാണ് അദ്ദേഹം എന്നറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് തനിക്കൊരു തെറ്റുപറ്റി, ശരിയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്ന് പറയാനുള്ളൊരു മനസ്സ് പോലും ഇല്ലാതെയാവുക എന്ന് പറയണ നാളെ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പൊ കുറെ കാലമായിട്ട് അദ്ദേഹം സിനിമ ചെയ്യുന്നില്ല. നാളെ ഇനി ഒരുപക്ഷെ സൂപ്പർ ഹിറ്റ് ഒരു സിനിമ അദ്ദേഹത്തിൻ്റെത് പുറത്തു വന്നാൽ പേളിമാണിയുടെ ഷോയിൽ വന്ന് ഇരിക്കേണ്ടി വരും. ഒരുപക്ഷെ പേളിമാണി പറയുമായിരിക്കും എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ ആരെയും ചെറുതായി കാണരുത്. ആരും ചെറുതല്ല. നമ്മൾ കോക്രോച്ച് എന്ന് പറഞ്ഞ് പരമപുച്ഛത്തോടുകൂടി കണ്ടിരുന്ന വലിയൊരു കൂട്ടം ആളുകളാണ് ഈ സമരത്തെ ഇത്രയധികം ഈ ന്യൂജൻ കുട്ടികളോടൊപ്പം നിന്ന് വിജയിപ്പിച്ചത്. പാറ്റ, വെറും പാറ്റകൾ എന്നാണ് പറഞ്ഞിരുന്നതല്ലേ. അപ്പം അത് മനസ്സിലാക്കണം പേളിമാണി. ഇന്ന് സിബി മലയിൽ എന്നല്ല, ഒരു സംവിധായകനെയും അങ്ങനെ പുച്ഛത്തോടുകൂടി കാണരുത്. പേളിമാണിയുടെയും പല ഷോസും പരാജയപ്പെട്ടിട്ടുണ്ടാകാം അല്ലേ എന്ന് കരുതി പരാജയപ്പെട്ട ഒരു ആങ്കറാണ് എന്ന് നമ്മൾ ആരും പറയില്ല. അപ്പോൾ അതെൻ്റെ സിബി മലയിൽ എന്ന സംവിധായകനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ഇത് പ്രതികരിക്കേണ്ടത് എന്റെയും കൂടി ഒരു കടമയാണ് എന്ന് തോന്നി.